Hi students, welcome to LM Thing. ഇന്ന് നമ്മൾ പേജ് 166 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് ഒരു ചിത്രമാണ്, ഒരു പടമാണ്, അത് വരയ്ക്കാനുള്ളത്. അത് പിന്നെ ചെയ്യാം. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. In the picture, the small triangle is equilateral. The sides of larger triangle are tangents to the circumcircular small triangle at its vertices. Prove that the larger triangle is also equilateral and its sides are double those of small triangle. പിന്നെ രണ്ടാമത്തെ പാർട്ടിൽ ഡ്രോ ദ പിക്ചർ വിത്ത് ദ സൈഡ്സ് ഓഫ് സ്മോളർ ട്രയാങ്കിൾ 3 സെൻറ്റിമീറ്റർ. അപ്പം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം എനിക്ക് ഫിഗർ വരയ്ക്കാൻ. ഓക്കെ, ചിത്രം വരച്ചിട്ടിട്ടുണ്ട്. ചിത്രത്തിൽ എന്താ പറയുന്നത്? ട്രയാങ്കിൾ എ ബി സി ഇസ് എൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. 60 60 60 അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 60 60 60. ഇവിടെ സെൻറ്റർ ഒ വരച്ച് ഒ എ ഒ ബി ഒ സി ജോയിൻ ചെയ്തു. ഒ ഇസ് ദ സെൻറ്റർ ഓഫ് ദ ഒ ബി ദ സെൻറ്റർ ഓഫ് ദ റേഡിയസ് ഓഫ് ട്രയാങ്കിൾ. നോട്ട് ഓൺലി ദാറ്റ്, ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ സെൻറ്ററാണ് ഒ. പിന്നെ ഒ എ ഒ ബി ഒ സി എല്ലാം റേഡിയസ് ആണല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക? ഇൻ ട്രയാങ്കിൾ എ ഒ ബി, ഇൻ ട്രയാങ്കിൾ എ ബി സി, ഫസ്റ്റ് എ ബി സി ചെയ്താൽ അല്ലേ? എ ബി സി ആംഗിൾ എ ഈക്വൽസ് ആംഗിൾ ബി ഈക്വൽസ് ആംഗിൾ സി ഈക്വൽ 60 ഡിഗ്രി. അത് തന്നിട്ടുള്ളതാണ്. ഇക്വലാറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? ട്രയാങ്കിൾ എ ഒ ബി എടുക്ക്, ഈ ട്രയാങ്കിൾ എടുക്ക്. ഇൻ ട്രയാങ്കിൾ എ ഒ ബി ഒ എ ഈക്വൽസ് ഒ ബി എന്താണ്? റേഡിയസ്. റേഡിയസ് ദേ ആർ ഈക്വൽ. റേഡിയ ഓഫ് ദ സർക്കിൾ. പിന്നെ ഇവിടെ നോക്കിക്കേ, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും? 120 ആയിരിക്കും അല്ലേ? കാണുന്നില്ലല്ലേ? ഇവിടെ 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 120 ആയിരിക്കും. ഇങ്ങോട്ട് താഴോട്ട് എഴുതി. അപ്പോൾ ഇവിടെ എത്രയാ? 120. ഇവിടെ എത്രയായിരിക്കും? 120 ആയിരിക്കും അല്ലേ? അപ്പം ഈ ആംഗിളോ? അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ആംഗിൾ, ഈ രണ്ടും 30 30, 120 30 30 180. അത് നമുക്ക് എഴുതാം. ആംഗിൾ ഒ എ ബി ഈക്വൽസ് ആംഗിൾ ഒ ബി സി ഈക്വൽസ് 30 ഡിഗ്രി. അപ്പോൾ നോക്കിക്കേ, എ ഒ ബി എത്ര? സം ഓഫ് 3 ആംഗിൾസ് ഈസ് 180. എ ഒ ബി ഈക്വൽസ് 180 മൈനസ് 30 പ്ലസ് 30 60 120. സെൻട്രൽ ആംഗിൾ 120. ആംഗിൾ എ ഒ ബി ഈക്വൽസ് 120. ഇതുപോലെ തന്നെ ബി ഒ സിയിലും എ ഒ സിയിലും എല്ലാം 120 ആയിരിക്കും. ഇനി നോക്കിക്കേ, ഇവിടെ ഞാൻ കുറച്ച് ഭാഗം മായ്ച്ചാലേ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ഈ മാർക്കിങ്സ് എല്ലാം, അല്ലെങ്കിൽ ഞാൻ ആ പടം പ്രത്യേകമായിട്ട് ഇങ്ങോട്ട് വരയ്ക്കാം, കുറച്ചുകൂടെ വലുതായിട്ട്. ഒ എ ബി സി. ഇവിടെ ഒ എ ഒ ബി സി. ഇവിടെ 30, ഇവിടെ 30, ഇവിടെ 120 അല്ലേ? പിന്നെ നോക്കിക്കേ, പി ആർ ഇങ്ങനെയല്ലേ പോകുന്നത്? നോക്കിക്കേ, കുറച്ചുകൂടെ നീട്ടി വരയ്ക്കാൻ പറ്റുന്നില്ല. ഞാനിത് കുറച്ച് ഭാഗം മാത്രം വരയ്ക്കാം. ഇങ്ങോട്ട് നീട്ടി വരുമ്പോഴാണ് ഇവിടെ ആർ എഴുതുന്നത്, ഇവിടെ പി എഴുതുന്നത് അല്ലേ? ഇവിടെ ഇങ്ങനെ സർക്കിൾ ഇല്ല, നമുക്ക് സർക്കിൾ ഞാൻ വരച്ചിട്ടില്ല. അപ്പം പോയിന്റ് ഓഫ് കോണ്ടാക്ട് ദ ടാൻജന്റ് ആൻഡ് റേഡിയസ് ഈസ് 90 ഡിഗ്രി. റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ദ ടാൻജന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 60 വരും. അതായത് ഒക്കെ മായ്ച്ചിട്ട് പറഞ്ഞുതരാം. എല്ലാം കൂടെ എഴുതി കഴിയുമ്പോൾ മനസ്സിലാവത്തില്ല. ഇവിടെ എത്രയായിരുന്നു? 30 ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. ഇത് റേഡിയസ് അല്ലേ? ഇത് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ദ ടാൻജന്റ്. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര? 60 ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എത്ര? 60 ആയിരിക്കും അല്ലേ? ഇതുപോലെ തന്നെ മറ്റുള്ള ട്രയാങ്കിളിനും
ഇവിടെ ഈ ട്രയാങ്കിൾ BOC എടുക്കുമ്പോൾ ഇവിടെ എത്ര 60 30 കഴിഞ്ഞ് ഇവിടെ 60, ഇവിടെ 60, ഇവിടെ 60, അതുപോലെ തന്നെ ഇവിടെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് PQR എല്ലാ ആംഗിളും 60 ഡിഗ്രി ആണ് നമുക്ക് കിട്ടും. ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് ട്രയാങ്കിൾ PQR ഈസ് ഇക്വിലാറ്ററൽ. നിങ്ങൾ എക്സ്പ്ലനേഷൻ ഒക്കെ ശ്രദ്ധിച്ച് എഴുതിയാൽ മതി, പടത്തിൽ കാണിച്ചാലും മതി. ഇതെന്താണ് ഇവിടെ 60 വരാനുള്ള കാരണം എന്താണ്? റേഡിയസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ ടാൻജന്റ്. അപ്പം ആംഗിൾ AOC എന്താണ് 60 ഡിഗ്രി നമുക്ക് കിട്ടിയല്ലേ. AOB 60, AOC 60, BOC 60. അപ്പോൾ എല്ലാ ആംഗിളും നമുക്ക് 60 PQRന്റെ കിട്ടിയോണ്ട് നമുക്ക് എന്താ പറയാം? PQR is an equilateral triangle. In triangle, ഈ ട്രയാങ്കിൾ എടുത്തേ, ട്രയാങ്കിൾ APB. അപ്പോൾ 60 ഡിഗ്രി ആകുമ്പോൾ എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. PA ഈക്വൽസ് PB ഈക്വൽസ് AB. ഇൻ ട്രയാങ്കിൾ, അടുത്ത ട്രയാങ്കിൾ ഏതൊക്കെയാണ്? BCQ. BC ഈക്വൽ, ആദ്യം ഔട്ട്സൈഡ് പോയിന്റ് ചെയ്താം. BQ ഈക്വൽസ് CQ ഈക്വൽസ് BC. അടുത്ത ട്രയാങ്കിൾ ഏത് ട്രയാങ്കിളാണ്? ACR അല്ലെങ്കിൽ CAR എന്ന് എഴുതാം. ഏതൊക്കെ സൈഡ്? എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലേ. CA അല്ലെങ്കിൽ CR CR ഈക്വൽസ് CA ഈക്വൽസ് AR. ഇവിടെ നോക്കിക്കേ, PR എന്ന് പറയുന്നത് PR ഈക്വൽസ് PA പ്ലസ് AR. നോക്കിക്കേ, PR ഈക്വൽസ് PA പ്ലസ് AR. AR ഇവിടെ നോക്കിക്കേ, AR ഏതിന് ഈക്വൽ ആണ്? AR ഇസ് ഈക്വൽ ടു AC. ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏത് സൈഡിന് ഈക്വൽ ആണ്? AC. ഇവിടെ PA, ഇപ്പൊ നമുക്ക് PA നമുക്ക് ഇവിടെ നോക്കിക്കേ ABക്ക് ഈക്വൽ ആണെന്ന് എഴുതിയിട്ടുണ്ട്. AB AC എല്ലാം ഈക്വൽ ആണ് അല്ലേ. അതുകൊണ്ട് ACക്ക് വരെ ABയോ ABക്ക് വരെ ACയോ എഴുതാം. നമുക്ക് 2AB എന്ന് എഴുതാം. അപ്പം PRന്റെ സൈഡിന്റെ ലെങ്ത് ABയുടെ ടോയ്സ് ആണ്. അതുപോലെ ബാക്കിയുള്ള സൈഡ് നമുക്ക് കിട്ടും. PR നമുക്ക് ഡബിൾ ഓഫ് ABന്ന് കിട്ടിയ കണക്ക് PR കിട്ടും. PR ഈക്വൽസ് ഡബിൾ ഓഫ് എന്താ എഴുതാം? ഇപ്പൊ AB എഴുതി കഴിഞ്ഞില്ല, ഇനി PR നമുക്ക് ഡബിൾ ഓഫ് AC എന്ന് എഴുതാം. QR ഡബിൾ ഓഫ് BC എന്ന് എഴുതാം. ഇതിൽ നമുക്ക് എന്താ കിട്ടും? The larger triangle is equilateral, not only that its sides are double of small triangle. Therefore triangle PQR is, that is bigger triangle, is equilateral and its sides are double of smaller triangle. Okay. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് സെക്കൻഡ് പാർട്ട് 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു ഫിഗർ വരയ്ക്കാനാണ് പറയുന്നത്. 3 സെൻറ്റിമീറ്റർ വെച്ച് ഫിഗർ വരയ്ക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾ എന്നെ വരച്ചാൽ മതി. ഞാൻ എന്താണ് അപ്പം 3 സെൻറ്റിമീറ്റർ ചെറിയ ട്രയാങ്കിളിന് 3 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ വലിയ ട്രയാങ്കിളിന് എത്രയായിരിക്കും?
3യുടെ ഡബിള് 6 എടുത്ത് വരയ്ക്കണം. അതുകൊണ്ട് ഞാൻ റഫായിട്ട് കാണിച്ചു തരാം. 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. പിന്നെ സർക്കിൾ വരയ്ക്കണമെന്ന് അറിയാമല്ലോ, അതുപോലെ തന്നെ പടം മെഷർ എടുത്ത് വരയ്ക്കാനാണ് പറയുന്നത്. പിന്നെ എന്താ വരയ്ക്കേണ്ട? 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ അങ്ങ് ഫെയർ ആയിട്ടങ്ങ് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ലെറ്റ് മീ വൈൻഡ് അപ്പ്. വിൽ ഡു ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.